ഇതാണ് ഞാൻ 2017 നിർമ്മിച്ച പുൾക്കൂട് ഇലക്ട്രിക് എന്ന് പറയുന്ന 4 വീലുള്ള ഒരു ഇലക്ട്രിക് കാറാണിത്. ഒരാൾക്ക് സഞ്ചരിക്കാം കംഫർട്ടബിളായിട്ട്, പിന്നെ 2 കുട്ടികൾക്ക് പുറവശം ഇരിക്കാം, അതല്ലെങ്കിൽ ഒരു അഡൽറ്റിന് ഫ്രണ്ടിലും ഒരു അഡൽറ്റിന് ബാക്കിലും ഇരിക്കാം. ഇതിനകത്ത് നല്ല പവർഫുൾ ബാറ്ററിയാണ്. അതുകൊണ്ട് ഒരു 60 കിലോമീറ്ററൊക്കെ ഒരു ചാർജിന് നമുക്ക് പോകാൻ സാധിക്കും. പക്ഷേ ഇതിനും മാക്സിമം സ്പീഡെന്ന് പറയുന്നത് 25 കിലോമീറ്ററാണ്. അത് നമ്മൾ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ പൂനായിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുകയും അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാനായിട്ട് ആണ് ഇത് നമ്മൾ ഒരു 25 കിലോമീറ്റർ മാക്സിമം സ്പീഡിൽ വെച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ടയർ ബജാജ് ഓട്ടോറിക്ഷയുടെ ടയറാണ് വെച്ചിരിക്കുന്നത്. ഇത് 2017 അല്ലേ, ഇപ്പം 9 വർഷമായി. ഇത് നല്ല സമയം എടുത്ത് ഇത് പെർഫെക്റ്റ് ആക്കി എടുക്കാനായിട്ട് ഒരുപാട് സമയം എടുത്ത് എല്ലാം പ്രൊഫഷണലായിട്ട് കാറുകൾക്കുള്ള ഗ്ലാസ്, വൈപ്പർ എല്ലാം പ്രൊഫഷണലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് അന്ന് കാരണം അന്ന് ഇലക്ട്രിക് പ്രത്യേകിച്ച് ഇത് ഒരാൾക്ക് സഞ്ചരിക്കാവുന്ന ഇലക്ട്രിക് കാറ് തന്നെ അന്നില്ല. പിന്നെ ഇത് ഒരാൾക്ക് സഞ്ചരിക്കാവുന്ന ഇലക്ട്രിക് കാറൊന്നും കൂടെ ആയപ്പോൾ ഇത് എനിക്ക് എങ്ങും ഇത് പോകാനൊക്കത്തില്ല. എല്ലായിടത്തും ഇങ്ങനെ ആൾക്കാർ തടഞ്ഞു നിർത്തി സെൽഫി എടുക്കുകയായിരുന്നു. അത് ഇപ്പോൾ പോലും ഞാൻ ഇതും കൊണ്ട് എൻ്റെ ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജെറോം നഗറിൽ പോയ ആൾക്കാർ സെൽഫി എടുക്കാനായിട്ട് ആൾക്കാർ നിർബന്ധമാണ്. അവർ ഇതിൻ്റെ മാക്സിമം സ്പീഡ് 25 കിലോമീറ്റർ ആയതുകൊണ്ട് അവർ യാതൊരു രീതിയിൽ ഒരിക്കലും അതിനകത്ത് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എല്ലാ പേപ്പറും ഉണ്ട്. നമുക്ക് ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ ഉണ്ട്. 2005 ഒരു ഓർഡറാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, ഒരു ഗസറ്റ് പബ്ലിക്കേഷനാണ്. അപ്പോൾ ആ ഓർഡറിൻ്റെ കോപ്പി എൻ്റെ കയ്യിൽ ഞാൻ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അവരെല്ലാം കൗതുകത്തോടെ എടുക്കുകയും അവർ ഇതിൻ്റെ സെൽഫി എടുക്കുകയും ചെയ്യുന്ന ഒരുപാട് തവണ അവർ വരെ സെൽഫി എടുത്തിട്ടുണ്ട്. അതെ അതെ അതെ. അത് ഞാൻ ആദ്യം വേറൊരു ലൈറ്റായിരുന്നു, പിന്നീട് ഞാൻ താറിൻ്റെ കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയുണ്ട്. നല്ല അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ബ്രേക്ക് ചവിട്ടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണത്. ഭയങ്കര ഭംഗിയാണത്. ആ ബ്രേക്ക് ചവിട്ടുമ്പോഴുള്ള ലൈറ്റിന്റെ ഒരു ഭംഗി. വേറൊരു കളറായിരുന്നു അത്. പിന്നെ ഒരു പിങ്ക് കളറായിരുന്നു അത്. വളരെ പെട്ടെന്ന് അതങ്ങ് ഫെയ്ഡായി. അപ്പൊ അതൊരു കമ്പനി കളറല്ല, അതൊരു മിക്സ് ചെയ്ത കളറായിരുന്നു. അപ്പൊ ഇതിപ്പോ അതുകൊണ്ട് പെട്ടെന്ന് ഫെയ്ഡ് ആകാത്ത കമ്പനി കളർ തന്നെ സെലക്ട് ചെയ്ത്. ഇതാകുമ്പോഴത്തേക്ക് അവര് പറഞ്ഞ് ഈ കളർ ഒരു 10 വർഷത്തേക്ക് ഫെയ്ഡ് ആകത്തില്ല എന്ന് പറഞ്ഞു. എല്ലാം ഉണ്ട്. ഹെഡ്ലൈറ്റ് എല്ലാ സംഭവം ഉണ്ട്. ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തതാണ്. ഇത് പക്ഷെ അതിനു വേണ്ടി കാശായി. എനിക്ക് അന്ന് എനിക്ക് 4 ലക്ഷം രൂപ ചെലവായി. പക്ഷെ ഇതൊരു ഫാക്ടറി സെറ്റപ്പിൽ ഇത് നിർമ്മിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 2 അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപയ്ക്ക് ഇത് ഇറക്കാൻ സാധിക്കും. ഫാക്ടറി സെറ്റപ്പ് ഇത് 60 കിലോമീറ്റർ കിട്ടും. അതാണ് ഇതിന്റെ ബാറ്ററിക്ക് തന്നെ 1 ലക്ഷം രൂപ ബാറ്ററിക്കായി. ഇത് പിന്നെ അന്ന് എനിക്ക് ഇത്രയും ചിലവായെന്ന് പറയുന്നത് കേരളത്തിൽ ഒന്നും ഇതിന്റെ സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഡൽഹിയിലേക്ക് ചൈന കമ്പനികളുടെ സാധനങ്ങൾ ഡൽഹിയിൽ നിന്ന് വരുത്തുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരുപാട് കാശായത്. പിന്നെ നമുക്ക് ഒരുപാട് വേസ്റ്റ് വന്ന് ആദ്യമായിട്ട് നിർമ്മിച്ചതല്ലേ, അപ്പോൾ പരിചയമുള്ള ആരുമില്ല. നമ്മൾ ഓരോന്നും ട്രൈ ചെയ്യുന്നു. അപ്പോൾ അത് വേസ്റ്റ് ആണെങ്കിൽ അതെടുത്ത് കളഞ്ഞിട്ട് പുതിയതടുത്ത് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള വരുത്തുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു ഒരുപാട് വേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു 2-2.5 ലക്ഷം രൂപയ്ക്ക് 2 ലക്ഷം രൂപയ്ക്ക് എന്തായാലും ഇത് മാർക്കറ്റിൽ ഇറക്കാൻ സാധിക്കും. ഇതിന് നല്ല സ്ട്രോങ് ആണ്. ഇതിന്റെ ബോഡിയൊക്കെ സാധാരണ പ്രൊഫഷണൽ കാറിന്റെ ബോഡി തന്നെയാണ്. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അത് വന്നിട്ട് വളരെ വെയിറ്റ് കുറച്ച് വളരെ വെയിറ്റ് കുറച്ച് വളരെ ഒരു ഇതായിട്ടാണ്. അല്ല, ബൈക്കിന്റെ വീലാണ്. പിന്നെ ടി വി എസിന്റെ ഒരു ബൈക്കുണ്ട്. അപ്പൊ അതിന്റെ വീലാണ്. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ മെയ്ഡ് ഇൻ കൊല്ലം, നമ്മുടെ ആന്റണി ജോൺ സാർ നിർമ്മിച്ച ഇലക്ട്രിക് വാഹനത്തിലെ 2ാമത്തെ സീസണിലെ
എഗ് ഷേപ്പിലുള്ള ഇലക്ട്രിക് വാഹനമാണ് ഇത്. ഇതിന് മുമ്പ് പുൽക്കൂട് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വാഹനം, ഇത് രണ്ട് ഓഫീസിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ബാറ്ററിയിൽ ഓടുന്ന ഈ ഒരു വാഹനം നമുക്ക് ആർക്ക് വേണമെങ്കിലും ഓടിക്കാൻ ലൈസൻസ് വേണ്ട, മറ്റ് നിയമവശങ്ങളൊന്നുമില്ല. എങ്കിലും നല്ല മനോഹരമായ ഷേപ്പിലൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഈ ഒരു വാഹനം എനിക്ക് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ മറ്റൊരു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പം ബൈ.